വന്നിരിക്കുന്നത്? എവിടുന്ന് വരുന്നു? തൃശ്ശൂര് വന്നെത്തി. തൃശ്ശൂരിന്ന് വരുന്നു. തൃശ്ശൂർ ഭാഷ ഒന്നും ഇല്ലല്ലോ കടിക്ക്. ഉണ്ടല്ലോ. എവിടെ? ഞാൻ കേട്ടില്ലല്ലോ. തൃശ്ശൂര് ഭാഷ ഒക്കെ ഉണ്ട്. ആണ്, അത് വരുമ്പോഴേ പെർഫോമൻസ് വരുമ്പോഴേ വരുള്ളായിരിക്കും അല്ലേ? വീട്ടിലായിരിക്കല്ലേ? വീട്ടില് ഉമ്മമ്മ, ഉപ്പപ്പ, വാപ്പച്ചി, ഉമ്മച്ചി, ഞാനും. ആണ്. ആള് ഭയങ്കര സീരിയസ് ആണോ? മോനെ ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? ഫോർത്ത്. ഏത് സ്കൂളില്? കാളിക്കോട് ജീവൻ ജ്യോതി പബ്ലിക് സ്കൂൾ. അതിന് വന്ന് കാളിക്കോട് ജീവൻ ജ്യോതി പബ്ലിക് സ്കൂൾ. ഇപ്പൊ ശരി. മിമിക്രിയിൽ എന്താ ചെയ്യാൻ പോന്നെ? സൗണ്ട് എഫക്ട്. സൗണ്ട് എഫക്ട്. ശരി. അപ്പം എന്തൊക്കെ സൗണ്ട് എഫക്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്? ആനിമൽസ്, പിന്നെ ഈ കോളിംഗ് ബെല്ല്, അങ്ങനത്തെ. ശരി. അപ്പൊ ഒരു വൺ മാൻ ഷോ പോലെ ഇങ്ങനെ പട്ടേന്നങ്ങ് പോകും അല്ലേ? ശരി. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, തുടങ്ങിക്കോ. ആദ്യം കുയില്. കുയില്. മയില്. മയില്. ഓക്കെ. മയിലായി. അടുത്ത ആരാ വരുന്നത്? ആട്ടിൻകുട്ടി. ഓക്കെ. ആട്ടുകുട്ടി നമ്മൾ പറഞ്ഞു വിട്ടു. അടുത്ത ആരാ വരുന്നേ? കഴുത. അങ്ങോട്ട് നോക്കി പറഞ്ഞാ മതി. കഴുത. ഓക്കെ, ഇപ്പൊ സെറ്റ്. ആണോ ഷാൻചേട്ടാ? പിന്നെ ആണല്ലേ? ഓക്കെ ആണ്. ഓക്കെ, അറിയില്ലല്ലോ നമുക്ക് ഈ വീട്ടിലല്ലോ. അടുത്തത് പട്ടി. ഓക്കെ. വലിയ പട്ടി. ഓക്കെ. അതിന്റെ കുട്ടിക്ക് ഏറുള്ളത്. ഓക്കെ, എറിയാം. പൊരിച്ച്. ഇനി തത്ത. തത്ത നെൽക്കതിർക്കാമ്പ് തിന്നാൻ വരുമ്പോ അപ്പൊ എല്ലാ തത്തങ്ങളെയും വിളിക്കില്ലേ? എല്ലാ തത്തകളെയും വിളിക്കില്ലേ? വിളിക്കുവോ? വിളിക്കും. വിളിച്ചിട്ട് പറക്കും. ഓക്കെ. നെൽക്കതിർക്കാമ്പ് തിന്ന് വയറ് നിറയുമ്പോ സന്തോഷം കൊണ്ടൊരു ചിരിയുണ്ട്. അതെങ്ങനെയാ? ക്യൂട്ടാന്നേ. ജിതേഷേട്ടന്റെ വീട്ടിലത്തെ പോത്ത്. എവിടുത്തെ വീട്ടിലെ പോത്ത്? ജിതേഷേട്ടന്റെ വീട്ടിലെ പോത്ത്. സൂപ്പർ. ഈ ജിതേഷേട്ടന്റെ സൗണ്ട് അറിയോ? ഇല്ല. അതില്ല. ഓക്കെ, ശരി. അടുത്തത് അതിന്റെ പോത്താണ്. അതിന്റെ പോത്തിന്റെ കാര്യമാണോ പറയുമ്പോ പിന്നെ ജിതേഷേട്ടന്റെ കാര്യം ചോദിക്കാൻ പാടണ്ടോ അല്ലേ? എന്താ അടുത്ത പറഞ്ഞ? വാട്ട് ഇസ് ദിസ്? നിശാന്റിയുടെ വീട്ടിലെ കോളിംഗ് ബെൽ. നിശാന്റിയുടെ വീട്ടിലെ എന്താ? കോളിംഗ് ബെൽ. ഓക്കെ. മതി. നിശാന്റി തുറന്നു. തുറന്നു. പിന്നെ എന്റെ വീട്ടില് കിണറ്റിലെ തവള. അവന്റെ വീട്ടിലാണേ. രാത്രി മഴ പെയ്യുമ്പോൾ കരയുന്ന തവള. നീ വാ വിളിച്ചാ ആദ്യം. വാ വിളിക്കൂ. ഇനി എന്താ? നീ എന്റെ മാഷാണ് ഇതെല്ലാം പഠിക്കാൻ സഹായിച്ചത്. മാഷിന്റെ സൗണ്ട്. അതാ മാഷിന്റെ സൗണ്ട് അല്ലേ? സൗണ്ട് അല്ല. മാഷിനെ വിളിക്കുവാണോ? മാഷിന്റെ പേരെന്നാ? പ്രതിജ്ഞൻ. സൂപ്പർ. യെസ്, മാഷ ഒന്ന് വരാമോ? നമ്മളോടൊപ്പം ഈ ഫ്ലോറിൽ ജോയിൻ ചെയ്യണം. അല്ല, പ്രതിജ്ഞനെ കുറിച്ചിട്ട് ഞാൻ ഒരു വാക്ക് പറഞ്ഞോട്ടെ. പ്രതിജ്ഞൻ ഒരുപാട് വർഷം എന്റെ ട്രൂപ്പിലുണ്ടായിരുന്ന ട്രൂപ്പിൽ ആർട്ടിസ്റ്റ് ആയിരുന്നു. പിന്നെ പ്രതിജ്ഞൻ സൗണ്ട് മാജിക് എന്ന് പറയുന്നത്, സൗണ്ട് മാജീഷ്യൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അതായത് പ്രകൃതിയുടെ ഇവനെ അറിയാൻ പാടില്ലാത്ത ശബ്ദങ്ങളൊന്നുമില്ല. ഗംഭീര ആർട്ടിസ്റ്റാണ്. ഭയങ്കരമായിട്ട് ഒരുപാട് നമ്മളെ ഷോസിനൊക്കെ രക്ഷപ്പെടുത്തിയിട്ടുള്ള കക്ഷിയുള്ളവരാണ് പ്രതിജ്ഞൻ. ഒറ്റ വാക്ക് ഞാൻ പറയാം, പ്രതിജ്ഞൻ ഒരു മഹാ അത്ഭുതമാണ്. ഏറ്റവും കൂടുതൽ മിമിക്രിയില് പ്രത്യേകിച്ച് ഇക്കൊക്കെ അറിയാം, ആരും തന്നെ കുറച്ച് പേര് അപ്ഡേഷൻ ചെയ്യുന്നുള്ളൂ, ആരും തന്നെ അപ്ഡേഷനിലേക്ക് വരുന്നില്ല. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് വളരെ ഇതായിട്ട്
മോനെ കണ്ടത്. ഒരു ചെറിയ മിമിക്രി പഠിക്കാൻ വന്ന വീട്ടിലേക്ക്. പക്ഷെ ഞാൻ കണ്ടത് ഇവന്റെ വേറൊരു എനർജിയാണ്. ഇപ്പൊ ഒരു പാട്ടിന്റെ ട്യൂൺ കേട്ട് നോക്കിയാൽ ഇപ്പൊ കാവാലയെ പാട്ട് ഞാൻ ഒരു സ്ഥലത്ത് ഞാനിവനെ ഇരിക്കുമ്പോ തൊട്ടപ്പുറത്ത് റീൽസ് എടുത്തോണ്ടിരിക്കുകയാണ്. അതിൽ ആ കാവാലയെ പാട്ട് കേട്ടിട്ട് ആ ഫ്ലൂട്ടിന്റെ ശബ്ദം പഠിച്ചു. അത് കേൾക്കണം, അതൊന്ന് കേൾപ്പിച്ചു. ഇനി അപ്പൊ ഞാനിങ്ങനെ ഷോക്ക് പോകുമ്പോ ഇവരെ കൊണ്ടുപോകും. അവൻ അപ്പൊ ഈ ഷോക്ക് നോക്കിയിട്ട് അവന് പറ്റിയ സാധനങ്ങൾ നോക്കും. അപ്പൊ ഇപ്പൊ അടുത്ത് യോധ എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു ഫ്ലൂട്ടിന്റെ സെക്ഷൻ ഉണ്ട്. അത് ഞാൻ റെക്കോർഡിൽ വായിച്ചിങ്ങനെ അവൻ കൈയടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോണ്ട് അതായിരുന്നു വായിക്കുന്നു, ഇൻസ്ട്രുമെന്റ് ഇല്ലാണ്ട്. അതൊന്ന് കേൾപ്പിച്ചു കൊടുത്താൽ. ഇതന്നെ പരിപാടി. അപ്ഡേഷൻ എന്ന് പറയുമ്പോഴാണ് വേറെ സംഭവം. ഇനി ആരും ഇതുവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ ചിന്തിക്കാത്തൊരു ബേർഡ് ഉണ്ട്, മിമിക്രി ബേർഡ്. ആസിമിന്റെ പേര് തന്നെ ഞാൻ വിളിക്കുന്നത് ആസിം ഹ്യൂമൻ ലെയർ ബേർഡ് എന്നാണ്. ഹ്യൂമൻ ലെയർ ബേർഡ്. ലെയർ ബേർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മിമിക്രി ബേർഡ് ആണ്. അതൊക്കെ ശബ്ദം കേൾക്കുന്നു, അതൊക്കെ തിരിച്ച് ഇമിറ്റേറ്റ് ചെയ്യും. നമുക്ക് കേട്ട് നോക്കിയാലോ. അത് നെറ്റിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കേൾക്കാം. ഒരുപാട് ശബ്ദം എടുക്കും. ലെയർ ബേർഡ് എന്നാണ് അതിന്റെ പേര്. നമ്മൾ ഇതിനെ മിമിക്രി ബേർഡ് എന്ന് പറഞ്ഞിട്ട് ഇവന് പറഞ്ഞു കൊടുത്തു. അതൊന്ന് കാണിച്ചു കൊടുത്തേ. പിന്നെ വേറെ കാര്യം ചോദിട്ടെ, ഈ ശിഷ്യൻ ഇത്രക്ക് അഗ്രഗണ്യനാണെങ്കിൽ ഈ മാഷിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു, എടാ ഒരു സാധനം നിന്റെ ഏതെങ്കിലും ഒരു ഹൈലൈറ്റ് സാധനം. 3 തരത്തിലുള്ള ഫ്ലൈറ്റ്. പഴയ കാലത്ത് നമ്മൾ എടുത്തിരുന്നത് ഇങ്ങനെ. ഇനി തിയേറ്ററിനുള്ളിൽ എല്ലാ ഫ്ലൈറ്റിന്റെ ശബ്ദം ഇത്രയേ ഉള്ളൂ. പക്ഷെ റിയൽ ടേക്ക് ഓഫ് നമ്മൾ ഇവിടെ നിന്ന് കേൾക്കുമ്പോൾ പൊളിച്ചു. അല്ല, ഇതെങ്ങനെ ഒബ്സർവ് ചെയ്ത്? അത് നമുക്കൊരു പാഷൻ ഡിഫറെന്റ് ആയിട്ട്. സ്റ്റേജിൽ നിന്ന് അത്ഭുതമാണ്. സ്റ്റേജിൽ നിന്ന് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് അല്ലടാ, ഞെട്ടിക്കും. ഞങ്ങളെ ഞെട്ടിച്ചു. മനസ്സിലായി. അപ്പൊ ഈ മോനെ കുറിച്ച് എന്നാ പറയാനുള്ളത് ദേവിച്ചിരിക്കും ചാജൻ ചേട്ടനും? എന്താണ്, ഒന്നും പറയാനില്ല. അതിപ്പം പ്രതിജ്ഞന്റെ ശിക്ഷ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാൻ പറ്റും. അങ്ങനെ വെറും ഒരാള് അങ്ങനെ പ്രതിജ്ഞന്റെ അടുത്ത് വരില്ല, രണ്ടുപേരും ഒരുമിച്ച് ഇവിടെ നിൽക്കില്ല എന്ന്. എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ, വളരെ ഫോൺ ചെയ്ത് പറഞ്ഞപ്പോൾ ഇവനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു. എല്ലാവർക്കും അങ്ങനെ പറഞ്ഞു കൊടുക്കാറില്ല. അന്വേഷിച്ചപ്പോൾ ഇവൻ എന്നോട് ആദ്യം പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സാറേ എനിക്ക് മിമിക്രി പഠിച്ചിട്ട് ഉപ്പാനെ കുറെ കടങ്ങളുണ്ട്, അത് വീടണം. 2 ഇപ്പം വീട് ഇല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ആസിം. അപ്പം അങ്ങനെ വന്നപ്പോൾ പറഞ്ഞു എനിക്കൊരു വീട് വെക്കണം. പിന്നെ പറഞ്ഞു ഉമ്മച്ചിക്ക് വയ്യ, കിഡ്നി ചെറിയ കംപ്ലൈന്റ് ഉണ്ട്, അപ്പൊ ഉമ്മച്ചീനെ ചികിത്സിക്കണം. ഇതിന് വേണ്ടിയിട്ട് മാഷെ ഞാൻ മിമിക്രി പഠിക്കണെന്ന് പറഞ്ഞു. ഒന്നും നോക്കിയില്ല, നമ്മുടെ കയ്യിൽ എല്ലാ ഹൈലൈറ്റും പറഞ്ഞു. അതിനേക്കാൾ പവർഫുൾ ആയിട്ട് അവൻ ചെയ്തു. അതിന്റെ ഒരു ഔട്ടാണ് നമ്മളിത് കണ്ടത്. നന്നായിട്ട് തന്നെ ചെയ്തു കേട്ടോ. വളരെയധികം സന്തോഷമുണ്ട്.